കുവൈത്തിനും ബഹ്റൈനും നേർക്ക് വീണ്ടും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നതിന്റെ ആശങ്കയ്ക്കിടയിൽ സമാധാന ചർച്ചയ്ക്കായി പാക് ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി തെഹ്റാനിൽ. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുമായും മറ്റും ചർച്ച നടക്കും. പാക് സൈനിക മേധാവിയുടെ പുതിയ സന്ദേശവുമായാണ് മന്ത്രി ഇറാനിലെത്തിയത്. ലബനനിൽ ഗസയിലും കുട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ ഇറാൻ സംഘർഷം 100 ദിനങ്ങൾ പൂർത്തിയാകുന്ന വേളയിൽ അമേരിക്കയിലും പുറത്തും ട്രംപ് കൂടുതൽ ഒറ്റപ്പെടുകയും യുദ്ധവിരുദ്ധ വികാരം ശക്തിപ്പെടുകയുമാണ്. MC നാസർ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുണ്ട്. നാസർ, പലയിടങ്ങളിലും വീണ്ടും കുവൈത്തിലും ബഹ്റൈനും ഉൾപ്പെടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അത് വലിയ ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. അതിനിടയിലാണിപ്പോൾ സമാധാന ചർച്ചയ്ക്കായി പാക് ആഭ്യന്തരമന്ത്രിയൊക്കെ തെഹ്റാനിലെത്തിയിരിക്കുന്നത്. എങ്ങനെ വേണം ഈ നീക്കത്തെ കാണാൻ? വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ സമാധാനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഏറെക്കുറെ വലിയ തോതിൽ തന്നെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്കിലും തങ്ങളുടെ നീക്കങ്ങൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഖത്തർ, സൗദി അറേബ്യ, ഈജിപ്ത്, തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഈ ഒരു നയതന്ത്ര നീക്കത്തിന് അതിലൂടെ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂ എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇറാനോടും അമേരിക്കയോടും നയതന്ത്ര പ്രശ്നപരിഹാരത്തിന് മുന്നിട്ടിറങ്ങണമെന്നൊരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. പക്ഷേ ലബനാനിൽ തുടരുന്ന ആക്രമണ പരമ്പരകൾ, അതോടൊപ്പം തന്നെ മേഖലയിലേക്ക് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യാക്രമണ നടപടികൾ, ഇത് രണ്ടും ഈ പ്രതിസന്ധി പരിഹാരം കുറെ കൂടി അസാധ്യമാക്കി തീർക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു അമേരിക്കൻ സന്ദേശവുമായിട്ടാണ് പാകിസ്ഥാൻ പട്ടാള മേധാവി ആസിം മുനീർ നിർദ്ദേശിച്ചത് പ്രകാരം പാക് ആഭ്യന്തരമന്ത്രി മുഹസിൻ നഖ്വി തെഹ്റാനിലെത്തിയിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി, അതോടൊപ്പം തന്നെ ഇറാനിലെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള മുജ്തബ ഖംനഈ ഉൾപ്പെടെയുള്ളവരുമായി പാക് ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. കാരണം നേരത്തെ തന്നെ ഏറെക്കുറെ ഒരു ധാരണയിലേക്ക് എത്തുമാറുള്ള ഒരു നീക്കങ്ങൾ രണ്ട് ഭാഗത്തും രൂപപ്പെട്ടിരുന്നു. വളരെ ചുരുങ്ങിയ കാര്യങ്ങളിൽ മാത്രമായിരുന്നു അവ്യക്തത നിലനിന്നത്. കാരണം ആണവ വിഷയം മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ള വിഷയങ്ങൾ, പ്രധാനമായിട്ടും യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കുക, ഹോർമുസ് എളുപ്പത്തിൽ തന്നെ തുറന്നു കൊടുക്കാനുള്ള ഒരു സൗകര്യം ലഭ്യമാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിയതുകൊണ്ട് ആ വിഷയങ്ങളിൽ ഏറെക്കുറെ ഒരു ധാരണയിലേക്ക് എത്തിയ ഒരു ഘട്ടത്തിലാണ് ട്രംപ് കുറെ കൂടി പുതിയ ഉപാധികൾ, ഭേദഗതി നിർദ്ദേശങ്ങൾ ഇറാന് കൈമാറിയിരിക്കുന്നത്. അതിലുള്ള ഒരു മറുപടി ഇതുവരെയും ഇറാന്റെ ഭാഗത്തുനിന്ന് ലഭ്യമായിട്ടില്ല. അത് ലഭിക്കാനുള്ള ഒരു നീക്കം എന്ന നിലക്ക് കൂടിയായിരിക്കണം ഇപ്പോൾ പാക് ആഭ്യന്തരമന്ത്രിയുടെ ഈ സന്ദർശനം. പക്ഷേ അതേസമയം ഈ സംഘർഷം ഇറാനുമായി ബന്ധപ്പെട്ടത് ഇപ്പോൾ ഇന്ന് 100 ദിവസം പിന്നിടുകയാണ്. ഈ 100 ദിവസത്തിനുള്ളിൽ സംഭവിച്ചിരിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് അമേരിക്ക വന്നുപെട്ടിരിക്കുന്നത്. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജനപ്രീതി കുറഞ്ഞു എന്നത് മാത്രമല്ല, ആഭ്യന്തര തലത്തിലും പുറത്തും വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് യുദ്ധത്തിനെതിരെ രൂപപ്പെട്ടിരിക്കുന്നത്. അമേരിക്കൻ ജനത പോലും ആഗ്രഹിക്കാത്തൊരു യുദ്ധം അവർക്ക് മേൽ അടിച്ചേൽപ്പിച്ചു എന്ന ഒരു വിമർശനമാണ് പ്രധാനമായിട്ടും രൂപപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, തന്റെ സ്വന്തം റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പോലും 4 അംഗങ്ങൾ കൂറുമാറിയ യുദ്ധത്തിനെതിരെ ജനപ്രതിനിധി സഭയിൽ വോട്ട് ചെയ്യുന്നൊരു അവസരം കൂടി ഉണ്ടായി. ഇതും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നതിന്റെ തിരിച്ചടിയാണ്. പക്ഷേ അതേസമയം ഹോർമുസ് അടഞ്ഞുകിടക്കുന്നതാണ് ഈ മേഖലയെയും ലോകത്തെയും വലിയ തോതിൽ കെടുതിയിലേക്ക് എത്തിക്കുന്നത്. ഇനിയും ഈ ഹോർമുസ് അടഞ്ഞുകിടക്കുന്ന ഒരു അവസ്ഥ തുടരുകയാണെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ലോകത്തുടനീളം സൃഷ്ടിക്കുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടക്കുന്ന ഈ സമവായ നീക്കങ്ങൾ. പക്ഷെ അത് വിജയത്തിൽ എത്ര കണ്ട് എത്തും എന്നത് സംബന്ധിച്ച ഒരു തീർപ്പുമില്ല. കാരണം ലബനാനിൽ ഇന്നലെ സൈനിക ജനറലിനെയാണ് ഇസ്രായേൽ വധിച്ചിരിക്കുന്നത്. അപ്പം ലബനാൻ പ്രതിസന്ധി മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥയും ഈ സംഘർഷത്തിന്റെ ഈ പ്രശ്നപരിഹാരം എന്നത് അസാധ്യമാക്കി തീർക്കുകയാണ്. ശരി, എന്തായാലും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുമായി ഉൾപ്പെടെ കൂടിക്കാഴ്ച നടത്തും പാക് ആഭ്യന്തരമന്ത്രി എന്നാണ് അറിയുന്നത്. സമാധാനമാകുമോ എന്നതിലാണ് സംശയം. വിശദാംശങ്ങളാണ് MC നാസർ നൽകിയത്.